കുറഞ്ഞ ഫീസിൽ മികച്ച കമ്പ്യൂട്ടർ പഠനം ലക്ഷ്യമിട്ട് കോട്ടയത്ത് 22 വർഷം മുമ്പ് കെൽട്രോൺ തുടങ്ങിയ നോളജ് സെന്റർ പൂട്ടാൻ നീക്കം. നാഗമ്പടത്ത് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നോളജ് സെന്റർ പ്രവർത്തിച്ചിരുന്ന മുറികൾ മാർച്ച് 31 ഒഴിയുകയാണെന്ന് കാണിച്ച് കെൽട്രോണിന്റെ IT ബിസിനസ് ഗ്രൂപ്പ് മേധാവി നഗരസഭാ സെക്രട്ടറിക്ക് കത്തു നൽകി. വിവിധ കോഴ്സുകളിലായി 100-ലേറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 30 കോഴ്സുകളാണ് നോളജ് സെന്ററിൽ പഠിപ്പിച്ചിരുന്നത്. സ്വകാര്യ മേഖലയിൽ 1.5 ലക്ഷത്തിലേറെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകൾക്ക് ഇവിടെ പരമാവധി 75,000 രൂപ നൽകിയാൽ മതി. എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പോളിടെക്നിക് കോളേജുകളിലെയും കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റേൺഷിപ്പ് സൗകര്യവും ക്രമീകരിച്ചിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗക്കാരുടെ ഓൺ ജോബ് ട്രെയിനിംഗ് കേന്ദ്രം കൂടിയാണിത്. വിദ്യാർത്ഥികൾ സെന്ററിൽ നേരിട്ട് വരികയോ പരിശീലകർ വിദ്യാലയങ്ങളിലെത്തി ക്ലാസ് നൽകുകയാണ് പതിവ്. ഇനി അതൊക്കെ നിലയ്ക്കും. PSC നിയമനങ്ങൾക്കുള്ള DCA, PGDCA കോഴ്സുകൾ പഠിക്കാനായി കെൽട്രോണിനെ ആശ്രയിക്കുന്നവരെ ധാരാളമുണ്ട്. 2 സ്ഥിരം ജീവനക്കാരുൾപ്പെടെ 20 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കോട്ടയം സെന്റർ നിർത്തുന്നതോടെ ഇവർ മറ്റു ജില്ലകളിൽ ജോലി ചെയ്യേണ്ടി വരും. ഇതുമൂലം തുച്ഛമായ ശമ്പളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ 8 കടമുറിയാണ് 45,000 രൂപയ്ക്ക് കെൽട്രോൺ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതിൽ 3 എണ്ണം 2021 ഒഴിഞ്ഞു. കെൽട്രോണിന്റെ കസ്റ്റമർ സർവീസ് കേന്ദ്രവും നോളജ് സെന്ററിനൊപ്പമാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സർവീസ് കേന്ദ്രം കാരാപ്പുഴയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. ഇപ്പോൾ അതിന് കൊടുക്കുന്ന വാടക 18,000 രൂപയാണ്. വൈദ്യുതി, ഇന്റർനെറ്റ് നിരക്ക് ഇതിനു പുറമെ നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ സർവീസ് കേന്ദ്രത്തിന് മറ്റു ചെലവുകളൊന്നും വഹിക്കേണ്ടിയിരുന്നില്ല. കെൽട്രോൺ നോളജ് സെന്ററിന് പാലായിൽ മാത്രമാണ് ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നത്. 1000 രൂപ വരുമാനമുണ്ടായാൽ 800 രൂപ സെന്റർ നടത്തിപ്പുകാരനും ബാക്കി കെൽട്രോണിനും എന്ന തരത്തിലാണ് ഫ്രാഞ്ചൈസി പ്രവർത്തനം നടത്തിയിരുന്നത്. 8 വർഷമായി നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രാഞ്ചൈസി അടുത്തിടെ കെൽട്രോൺ ഏറ്റെടുത്ത് സ്വന്തം പരിശീലന കേന്ദ്രമാക്കി. എന്നാൽ റെയിൽവേ സ്റ്റേഷനടുത്തും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നതുമായ സ്ഥലത്തെ സെന്റർ നിർത്തുന്നത് എന്തിനെന്ന ചോദ്യത്തിന് അധികാരികൾക്ക് ഉത്തരമില്ല.